ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ശരവണ ഭവനിൽ കിട്ടുന്ന പോലത്തെ ഒരു ടൊമാറ്റോ ചട്നി കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് മല്ലിയും കുറച്ച് നമ്മുടെ പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പരിപ്പാണ് കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഒരു 5, 6, 7 നമ്മുടെ മുളക്, ഡ്രൈ ആയിട്ടുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു സവാള അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഒന്ന് നല്ലപോലെ ഒന്ന് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2-3 വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കളറിന് വേണ്ടിയാണ് ഇത്. നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം അതൊന്ന് ആറാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമുക്കത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സി ജാറിലോട്ട് മാറ്റുവാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഇനി അരച്ചിട്ട് വരാം. അപ്പോൾ അത് നല്ല മഷി പോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തിന് വേണ്ടത് കടുക് വറുത്തിടുക. കടുകും മുളകും ഒക്കെ വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കടുകും ചെറിയ ഉണക്കമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ശരവണ ഭവനിൽ കിട്ടുന്ന പോലെ തന്നെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്, അഥവാ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടുക. നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ അയച്ചാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.